ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഈസ്റ്റ് എളേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികം ആചരിച്ചു. ചിറ്റാരിക്കാൽ വെള്ളിയപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ജോർജ് കരിമഠം അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് MC ജോസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശാന്തമ്മ ഫിലിപ്പ്, ടോമി പ്ലാച്ചേരി, അഡ്വക്കേറ്റ് ജോർജ് മുത്തോലി, മാത്യു പടിഞ്ഞാറേൽ, അഡ്വക്കേറ്റ് മാത്യു സെബാസ്റ്റ്യൻ, ഫിലോമിന ജോണി, മേഴ്സി മാണി, പ്രശാന്ത് സെബാസ്റ്റ്യൻ, സിന്ധു ടോമി, സോണിയ വേലായുധൻ, VB ബാലചന്ദ്രൻ, തേജസ് ഷിൻഡോ, ഷേർലി ചീങ്കല്ലേൽ എന്നിവർ പ്രസംഗിച്ചു. സത്യത്തിൽ നമ്മുടെ നേതാക്കന്മാരുമായിട്ടൊക്കെ നേരിട്ട് ഇടപഴകാനും പരിചയപ്പെടാനും കൂടുതൽ എടുക്കാനും ഒക്കെയുള്ള അവസരമുണ്ടായി. 70-ൽ കേരളത്തിലെ നമ്മുടെ യുദ്ധത്തിന്റെ ഒരു വലിയ അതിശയകരമായ ഒരു മുന്നേറ്റം നടന്ന വർഷമാണ്. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും, 1970-ലെ തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിലെ 4 യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായിരുന്ന 4 പേര് ശ്രീ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ നിന്നും, ആന്റണി ചേർത്തലയിൽ നിന്നും, ഷൺമുഖദാസ് ഇവിടെ ബാലുശ്ശേരിയിൽ നിന്നും, അതുപോലെ തന്നെ കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണപിള്ളയെ തോപ്പിച്ച് അങ്ങനെ 4 നേതാക്കന്മാർ കേരള നിയമസഭയിൽ അംഗമായി തരുന്നു. അത് സന്നദ്ധമാണെങ്കിൽ എന്തു സഹായവും ചെയ്യാൻ അദ്ദേഹം തയ്യാറായി. ഒരു ആരെങ്കിലും ഒന്ന് ടെലിഫോൺ ചെയ്താൽ ആ ടെലിഫോണിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ആരാണെന്ന് അദ്ദേഹം നോക്കാറില്ല. ഈവൻ പേര് പോലും അറിയണമെന്നില്ല. ആ മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്താണോ ആ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. അത് സാധാരണ പൊതുപ്രവർത്തകന്മാർക്കൊക്കെ അജ്ഞാതമായ കാര്യമാണ്. പലരും അത് പറയാറുണ്ട്, രാത്രി പാതിരായിക്കൊക്കെ ഉമ്മൻചാണ്ടി വരുമ്പോ കട്ടിലെ കിടക്കുന്നത് വേറെ ആരെങ്കിലുമൊക്കെ അദ്ദേഹം വന്ന് ഒരു ഷീറ്റ് എടുത്ത് നിരത്തി വിരിച്ച് കിടക്കും. അതിനൊരു പുതിയ അനുഭവമായിരുന്നു. പഴയ കാലത്തെ ഒരു പുതിയ അനുഭവങ്ങളായിരുന്നു അത്. അങ്ങനെ വളർന്ന് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിലെ മനുഷ്യരുടെ ഹൃദയത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി മതവും ഒന്നും പരിഗണിക്കാതെ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാവണമോ അങ്ങനെ ആയിക്കൊണ്ട് അദ്ദേഹം ജീവിച്ചു. കഴിഞ്ഞ 2 വർഷത്തിന് മുൻപ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ദിനത്തിൽ അദ്ദേഹം നമ്മിൽ നിന്ന് വിട്ടിരിക്കുകയാണ്. ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഉമ്മൻചാണ്ടി സാറിനെ ഓർക്കുമ്പോഴാണ്. ഏത് കാര്യത്തിനും നിയമം ഉണ്ടാക്കി ജനങ്ങളെ സഹായിക്കുന്ന, പാവപ്പെട്ടവരെ, സാധാരണക്കാരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന നേതാവ്. അതിന് ജാതിയില്ല, മതമില്ല, പാർട്ടിയില്ല. ഏതാളാണെങ്കിലും അദ്ദേഹത്തെ സമീപിക്കുന്നവർക്ക് വളരെ വ്യക്തമായി അവരുടെ ബുദ്ധിമുട്ടറിയാതെ തന്നെ രാത്രിയായാലും പകലായാലും ഏത് സമയത്തും അതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ആ കാര്യം സാധിക്കുന്നത് വരെ അതിന് പിന്നിലുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടി സാർ. നമുക്കൊക്കെ ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സാറ് ഏറ്റവും അവസാനം ബാംഗ്ലൂരായിരുന്നപ്പോഴും നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള സംസാരിക്കാൻ പോലും പറ്റാത്ത സമയത്ത് പോലും അദ്ദേഹം അതിനുവേണ്ടി നിരന്തരം ഫോൺ ചെയ്യുകയും ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.